ഹായ്, വെൽക്കം ടു കലവറ. ഇന്നൊരു പറാത്ത ചെയ്യാം, ലാച്ച പറാത്ത. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 3 കപ്പ് ആട്ട, വീറ്റ് ഫ്ലോർ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മാവ് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചാൽ മതി. ഒറ്റ ഇതിന് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴക്കാൻ. നല്ല മയം വേണമെങ്കിൽ പ്രസ് ചെയ്ത് കുഴക്കണം. മാവ് നല്ല മയത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ തടവി ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഓയിൽ തടവുന്നത് മാവ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മാവ് കുറേശ്ശെ എടുത്ത് പരത്താൻ തുടങ്ങാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയാൽ മതി. നല്ല ഷേപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കറക്കി പരത്തണം. അതായത് പരത്തിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് അല്പം മാവ്. ഇനി അത് മടക്കുന്നത് ശ്രദ്ധിച്ചോണം. ഉണ്ട്. ഇതാ ഈ ഭാഗം കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കണേ, പൊട്ടരുത്. ഇനി ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ മുകളിൽ വേണമെങ്കിൽ വയ്ക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അടിയിൽ വേണ്ട. ഇനി അടുത്തതും പരത്താം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമ്മളിങ്ങനെ ബോളാക്കുമ്പം നല്ല റൗണ്ട് ഷേപ്പാണെന്ന രീതിയിൽ ചപ്പാത്തിക്ക് നല്ല ഷേപ്പ് കിട്ടും. പിന്നെ കറക്കി പരത്തിയാൽ മതി. അങ്ങനെ നമ്മുടെ പരത്തൽ കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇതൊരു സെക്കൻഡ് മെത്തേഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാവ് ലെയറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണം, റോളാക്കി.
ഇത് കണ്ടല്ലേ. അടുത്തതിലേക്ക് വെച്ചിട്ട് അത് ഇതതിൻ്റെ ഇതിലേക്ക് വെച്ചേക്കണം. അടുത്തത് എൻ്റെ വരുമ്പോൾ ഒന്ന് ചേർത്ത് വെച്ചോണേ. ചേർന്ന് തന്നെ ഇരിക്കണം. അത് വേണ്ട. അതും ചേർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുക വെച്ചാൽ ആ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. വേണ്ട, അവിടെ ഒട്ടിച്ച് വെച്ച്. ഇനി അടുത്തത് ചേർത്ത് വയ്ക്കുന്നത് ഇളകി പോരുത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അതായത് പരത്തി കട്ട് ചെയ്തും അല്ലാതെയുള്ള, അതായത് ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇത്രയും കിട്ടി. 3 കപ്പ് മാവായിരുന്നു, 7 എണ്ണം ഉണ്ട്. ഇതാണ് ആദ്യത്തെ മെത്തേഡിൽ ചെയ്തത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ സെക്കൻഡ് മെത്തേഡ് ചെയ്തപ്പം കട്ട് ചെയ്തെടുത്തില്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ 2 അറ്റത്തെയും കട്ട് ചെയ്യുന്ന ആദ്യം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്കത് ചുറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഇതിൻ്റെ റൗണ്ട് കണ്ടില്ലേ? എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയത് സെക്കൻഡ് മെത്തേഡാണ്. ഇനി ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് അത് പരത്തി നോക്കാം. ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ റൗണ്ട് കണ്ടോ? പാൻ ചൂടായി. ഇനി ഓരോന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഈ ഒഴിച്ച് നെയ്യാണ്. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഓയിൽ മതിയൊന്നുമില്ല, അത് ഒഴിക്കാം. ഈ അരിയൊക്കെ വന്ന് കണ്ട നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ കളർ മതി. ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്ത പൊറോട്ട. അതുകൊണ്ട് ഒരുപാട് ലെയർ നിൽക്കുന്നുണ്ടോ? ഒന്നും ചെയ്യാതെ തന്നെ ഇളകി വന്നാണ്. മറ്റതും അതുപോലെ തന്നെയാണ്. എന്നാലും കുറച്ച് കൂടുതലായിട്ട് തോന്നുന്ന ഫസ്റ്റ് മെത്തേഡിലെ പൊറോട്ടയാണ് കൂടുതൽ പെട്ടെന്ന് ലെയറായിട്ട് വരുന്നത്. അതാ ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഉണ്ട് ലെയർ ഇളകി വരുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്.